വരയ്ക്കാൻ തുടങ്ങിയ ലിയോ സുലൈമാൻ്റെ ഇരിപ്പ് ശരിയാക്കാനായി പോകുന്നു. അത് കണ്ട ഗാർഡ്സ് കത്തിയെടുത്ത് മുന്നോട്ട് വന്നു. ഇബ്രാഹിമും തടയാനാഞ്ഞു. ലിയോ പെട്ടെന്ന് നിന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ശരിയാക്കാനായി. പ്രശ്നമില്ല ലിയോ, താൻ തൻ്റെ ജോലി തുടർന്നോളൂ, സുലൈമാൻ പറഞ്ഞു. ഗാർഡ് കത്തി ഉറയിലിട്ടു. ഇൻക്യാരം, നേരെ നോക്കണം, പിന്നെ ഷോൾഡേഴ്സ് കുറച്ചുകൂടി ഉയർത്തി വയ്ക്കണം. സുലൈമാൻ നേരെ ഇരുന്നു. ഇത് മതി. അയാൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ സുലൈമാൻ ഇബ്രാഹിമിനോട് ചോദിക്കുന്നു, ഇബ്രാഹിം, ചിത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തലയെടുക്കുമെന്ന് നീ ലിയോയോട് പറഞ്ഞിട്ടില്ലേ? ഇബ്രാഹിം തല കുമ്പിട്ടു. ലിയോ ഇബ്രാഹിമിനെ നോക്കുന്നു. ഇബ്രാഹിം വരച്ചു തുടങ്ങിക്കോ എന്ന ഭാവത്തിൽ ലിയോയെ നോക്കി. മാത്രാച്ചിയെ നോക്കിയപ്പോൾ അയാളും തല ചരിച്ചു. ഖദീജ സുൽത്താനയും ഹുറവും വരുന്നതിൻ്റെ അറിയിപ്പ് കേട്ട മാത്രാച്ചി ലിയോയെ തിരിച്ചു നിർത്തി. ഹുറം വന്ന് സുലൈമാനെ നോക്കി ചിരിക്കുന്നു. ഖദീജ, ഹുറം, വരൂ, എന്താ കാര്യം? ഖദീജ ഇബ്രാഹിമിനടുത്തേക്ക് മാറി നിന്നു. അവർ ചിരിച്ചു. ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി ഇൻക്യാരം. അടുത്ത ഷെഹ്സാദ് വരാൻ സമയമായി. അവളുടെ ശബ്ദം കേട്ട ലിയോ തിരിഞ്ഞു നോക്കി. സുലൈമാൻ അവളുടെ നെറ്റിയിൽ മുത്തം വെച്ചു. അലക്സാന്ദ്ര, ലിയോ സ്വയം പറഞ്ഞു. ലിയോ വീണ്ടും നോക്കുന്നു. ലിയോ, നിന്നെ അവർ കൊന്നുകളയും മോനെ, മാത്രാച്ചി പറഞ്ഞു. ഇൻക്യാരം, ആശംസകൾ, ഇബ്രാഹിം പറയുന്നു. താങ്ക് യു ഇബ്രാഹിം. അള്ളാഹു നിനക്കും ഖദീജയ്ക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കട്ടെ. രണ്ടുപേരും തല കുമ്പിട്ടു. റൂമിലേക്ക് എത്തിയ മാഹി ദേവരാനോട് ഗുൽഷ ചോദിക്കുന്നു, എന്തുപറ്റി സുൽത്താന വിഷമിച്ചിരിക്കുന്നത്? എൻ്റെ ദുരിതങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല ഗുൽഷ. ആ വിഷസർപ്പം വീണ്ടും പ്രഗ്നൻ്റായി. മാഹി ദേവരാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഗുൽഷ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ചോദിക്കുന്നു, സുൽത്താന, എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ അവളെ കൊന്നുകളയാം. മാഹി ദേവരാൻ ഗുൽഷയൊന്ന് നോക്കി. നീ എന്തൊക്കെയാ പറയുന്നത് ഗുൽഷ? ഞാൻ ഇപ്പോൾ തന്നെ പ്രശ്നത്തിലാണ്. ഇനിയും ഇതൊന്നും താങ്ങാൻ എനിക്കാവില്ല. നീ ഒന്നും ചെയ്യണ്ട. ഗുൽഷ ഒന്നും മിണ്ടിയില്ല. വാലിദ സുൽത്താന ദായ ഹാത്തുനോട് പറയുന്നു, ദായേ, മാഹി ദേവരാൻ്റെ മേലൊരു കണ്ണ് വേണം. ഈ സാഹചര്യത്തിൽ അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നെനിക്ക് പേടിയുണ്ട്. പേടിക്കേണ്ട സുൽത്താന, ഞാൻ നോക്കിക്കോളാം. ദായ ഹാത്തുൻ കുമ്പിട്ടിട്ട് പോയി. സാദിക വാലിദ സുൽത്താനയോട് പറയുന്നു, എന്നോട് ക്ഷമിക്കണം സുൽത്താന, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ സാദിക, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവൾ അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് പറയുന്നു, എനിക്ക് വാലിദ സുൽത്താനയുടെ അടുത്ത് നിന്ന് പോകാൻ വിഷമമാണ്. എനിക്ക് സുൽത്താനയെ പരിചരിക്കാനാണ് ആഗ്രഹം. വിഷമിക്കേണ്ട സാദിക, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. നിന്റെ സർവീസ് വളരെ മികച്ചതാണ്. നീ ഖദീജയോടൊപ്പം പോകുന്നത് എനിക്ക് സന്തോഷമാണ്. നീ അവളെ നന്നായി സെർവ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. സാദിക മറ്റൊന്നും പറയാനാവാതെ കുമ്പിട്ടു. ഹുറവും സുലൈമാനും സംസാരിച്ച് നടക്കുന്നു. ഇൻക്യാരം, അങ്ങ് തിരിച്ചു ചെല്ലുന്നത് വരെ അവർ അങ്ങേ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ? അവർ ഇപ്പോൾ പൊക്കോട്ടെ, പിന്നീട് വരാൻ പറയാം. അവർ ആരാണ്? ഇബ്രാഹിം പരിചയപ്പെട്ട ഒരു പെയിൻറ്ററാണ്. അയാൾ എൻ്റെ ചിത്രം വരയ്ക്കുമെന്ന് പറഞ്ഞ് ഇബ്രാഹിം കൊണ്ടുവന്നതാണ്. ആ ചിത്രം പാലസിൽ എല്ലാവരും കാണും വിധം തൂക്കാം. നല്ലതാണ്. അയാൾക്ക് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം വരയ്ക്കാനാവുമോ? ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചിത്രം അയാൾ ആദ്യം വരയ്ക്കട്ടെ. അതിഷ്ടമായെങ്കിൽ നോക്കാം. ഇബ്രാഹിം വന്ന് ലിയോയോടും മാത്രാച്ചിയോടും പറയുന്നു, ഇൻക്യാരം ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ബിസിയാണ്. നിങ്ങൾ മറ്റൊരു ദിവസം വാ. എന്തു പറ്റി ലിയോ? താനാകെ വിഷമിച്ച് നിൽക്കുന്നതെന്താ? ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ പെയിൻറ്റിങ് ചെയ്യുകയായിരുന്നു. ഉറങ്ങാൻ സാധിച്ചില്ല. ശരി, താൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കുക. ചെല്ലു മാത്രാച്ചി, ഇബ്രാഹിം പറഞ്ഞിട്ട് പോയി. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ ലിയോ? പോകാം. ലിയോ സുലൈമാനെയും ഹുറത്തെയും വീണ്ടും തിരിഞ്ഞു നോക്കി. ആ സ്ത്രീ ഏതാണ്? ഒരാൾ ഇൻക്യാരത്തിൻ്റെ സഹോദരിയാണ്, ഖദീജ സുൽത്താന. ഇബ്രാഹിം പാഷ അവരെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. മറ്റേത് ഹുറം സുൽത്താന. ഹുറം? അതെ, അവരും തന്നെപ്പോലെ തന്നെ ക്രിമിയയിൽ നിന്ന് വന്നതാണ്. അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റിൻ്റെ മകളായിരുന്നു. ഇപ്പോൾ സുൽത്താൻ സുലൈമാൻ്റെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെ പ്രസവിച്ചു. മൂന്നാമത്തത് വയറ്റിലുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, മാത്രാച്ചി പറഞ്ഞു. ലിയോ ഒന്നും മിണ്ടിയില്ല. ഇബ്രാഹിം ഖദീജയോട് പറയുന്നു, എനിക്ക് സമയം ഒട്ടും പോകുന്നില്ല സുൽത്താന. രാത്രികളിൽ ഉറക്കമില്ല. പതുക്കെ പറ ഇബ്രാഹിം, ആരെങ്കിലും കേൾക്കും. നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് സുൽത്താന. നമ്മുടെ കല്യാണം വളരെ ഗ്രാൻഡായിരിക്കും. ഖദീജ ചിരിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം രാത്രി ആകാശത്ത് വിവിധ നിറത്തിലുള്ള പടക്കം പൊട്ടിച്ചു. ഖദീജയും ഗുൽഫാമും നിഗാറും അത് നോക്കി നിൽക്കുന്നു. നിങ്ങൾ സ്വപ്നം കണ്ട നിമിഷം എത്തി സുൽത്താന. നോക്ക് ഇൻക്യാർ എന്തൊക്കെയാ സുൽത്താനയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. ഖദീജ സന്തോഷത്തോടെ അത് നോക്കി നിന്നു. സുലൈമാൻ മുസ്തഫയോട് ചോദിക്കുന്നു, എൻ്റെ സിംഹക്കുട്ടി, നിനക്കും ഞങ്ങളോടൊപ്പം വരണോ? അതെ ബാബ, സ്ത്രീകളോടൊപ്പം കഴിഞ്ഞെനിക്ക് മതിയായി. അവരുടെ മുന്നിൽ വെച്ച് നീ അത് പറയരുത് കേട്ടോ. ഇബ്രാഹിം എനിക്ക് വാക്ക് തന്നിരുന്നു എന്നെ കൂടി കൊണ്ടുപോകാമെന്ന്. ശരി മുസ്തഫ, എനിക്കിത് കുറച്ചുകൂടി തീർക്കാനുണ്ട്, എന്നിട്ട് നമുക്ക് പോകാം. രാത്രി നിഗാറും ഖദീജയും ഫിഗ്മര തോട്ടത്തിൽ ഇബ്രാഹിമിനെ കാണാനെത്തുന്നു. നിഗാർ മാറി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നു. ഇബ്രാഹിം, നിന്നെ ഒന്ന് കാണാനായത് വലിയ ഭാഗ്യമായി. കാണാൻ പറ്റുമോ എന്ന് പേടിയുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണാതെ ആ കയ്യിലൊരു മുത്തം വയ്ക്കാതെ പോകാനാവില്ല സുൽത്താന. അധികം താമസിയാതെ ഞങ്ങൾ പോകും. പക്ഷേ ഇനി അധികം നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല സുൽത്താന. നമ്മുടെ വിവാഹാഘോഷങ്ങളൊക്കെ കുറച്ച് ദൂരെ നിന്നായാലും ഞാൻ കണ്ടോളാം, ഇബ്രാഹിം പറഞ്ഞു.
ദൂരെയാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും ഇബ്രാഹിം. നമ്മൾ ഒരുമിച്ച് ഒരു ബെഡിൽ ഉറങ്ങുന്ന ദിവസത്തിനായാണ് ഞാൻ കാത്തിരിക്കുന്നത് സുൽത്താന. ഇബ്രാഹിം ഖദീജയുടെ കൈ പിടിച്ച് പറഞ്ഞു. നിഗാർ അവരെ ശ്രദ്ധിക്കുന്നു. നിഗാറിൻ്റെ നോട്ടം കണ്ട് ഇബ്രാഹിം അവളെ നോക്കി. നിഗാർ പെട്ടെന്ന് മുഖം തിരിച്ചു. ഞാൻ പോട്ടെ സുൽത്താന, പാഷമാർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഐ ലവ് യു സുൽത്താന. ഇബ്രാഹിം അവരുടെ കയ്യിൽ ഉമ്മ വെച്ചു. നിഗാർ അവരെ വീണ്ടും നോക്കി. ലവ് യു ഇബ്രാഹിം. സേഫായി പോയി വാ, ഖദീജ പറഞ്ഞിട്ട് നടന്നു. നിഗാർ പുറകെ പോകുന്നു. ഇബ്രാഹിമിനടുത്തേക്ക് എത്തിയ നിഗാർ കുമ്പിട്ടിട്ട് പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ് പാഷ, സുരക്ഷിതമായി തിരിച്ചെത്തു. ഇബ്രാഹിം നിഗാറിൻ്റെ കവളിൽ തൊട്ടിട്ട് പറയുന്നു. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ നിഗാർ കാഫ. ഇബ്രാഹിം അവിടുന്ന് പോയി. നിഗാർ ഒരു നിമിഷം അയാളെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് ഖദീജയുടെ പുറകെ പോയി. മാത്രാച്ചിയും ലിയോയും വിവാഹാഘോഷങ്ങൾ നോക്കി നിൽക്കുന്നു. ഇബ്രാഹിമിൻ്റെ ബാബയും നിക്കോയും അങ്ങോട്ട് വരുന്നു. അവർ പരസ്പരം കുമ്പിട്ടു. സ്വാഗതം, മാത്രാച്ചി പറഞ്ഞു. താങ്ക് യു മാത്രാച്ചി നസ്സു എഫൻഡി. ഈ സുന്ദര മുഹൂർത്തം കാണാനായതിൽ സന്തോഷമുണ്ട്. ഇതുവരെ വിവാഹം നടക്കാത്തവർക്കും ഇതിൽ പങ്കെടുക്കാം, മാത്രാച്ചി പറഞ്ഞു. ബാബ നിക്കോയെ നോക്കി. എന്നെ ഇങ്ങനെ നോക്കണ്ട, വിവാഹം നടന്നില്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഞാനും അങ്ങനെ തന്നെ, മാത്രാച്ചി പറഞ്ഞു. സുൽത്താൻ സുലൈമാൻ ഖാൻ നീണാൽ വാഴട്ടെ വിളിച്ചു പറയുന്നത് കേട്ട് അവർ താഴേക്ക് നോക്കി. സുലൈമാനും ഇബ്രാഹിമും ഷെഹസാദ് മുസ്തഫയും കുതിരപ്പുറത്ത് പോകുന്നു. ഷെഹസാദ് മുസ്തഫ നീണാൽ വാഴട്ടെ ചിലർ വിളിച്ചു പറഞ്ഞു. അവർ അത് നോക്കി നിന്നു. ഹരത്തിലും വിവാഹാഘോഷങ്ങൾ നടക്കുകയായിരുന്നു. പെണ്ണുങ്ങൾ നൃത്തം വെച്ചു. എല്ലാവരും അത് നോക്കിയിരുന്നു. ഹുറവും ഖദീജയും ചിരിച്ചു സംസാരിക്കുന്നത് കണ്ട മാഹി ദവ്രാൻ അവരെ രൂക്ഷമായി നോക്കി. സുലൈമാൻ ആഘോഷങ്ങൾ നടക്കുന്നിടത്തേക്കെത്തി. ബാദിഷ സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു. ഇബ്രാഹിമിൻ്റെ ബാബയെയും നിക്കോയെയും കണ്ട സുലൈമാൻ അവരെ നോക്കി. അവർ കുമ്പിട്ട് സുലൈമാൻ അടുത്തേക്ക് നീങ്ങി നിന്നു. സുലൈമാൻ കൗതുകത്തോടെ അവരെ നോക്കി നിന്നു. എൻ്റെ ബാദിഷ, അങ്ങയെ കാണാനായതിൽ വളരെ സന്തോഷം. അങ്ങ് എൻ്റെ മകൻ ഇബ്രാഹിമിൻ്റെ വിവാഹത്തിന് എത്തിച്ചേർന്നതിലുള്ള ഞങ്ങളുടെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ കണ്ടതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ സുഖമായിരിക്കുന്നു? സുലൈമാൻ നിക്കോയോട് ചോദിച്ചു. ബഹുമാനപ്പെട്ട ബാദിഷ, അങ്ങയോട് എങ്ങനെ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ക്ഷമിക്കണം. ഇബ്രാഹിം ചിരിച്ചു. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സുലൈമാൻ ഇബ്രാഹിമിനെ തിരിഞ്ഞു നോക്കി. എനിക്ക് നിന്നെ കാണുമ്പോൾ ഇബ്രാഹിം എന്നാണ് വിളിക്കാൻ തോന്നുന്നത്. ഒരു ട്വിൻ ബ്രദർ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. നിന്റെ ബ്രദർ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. സുലൈമാൻ വീണ്ടും ഇബ്രാഹിമിനെ നോക്കി. ഇബ്രാഹിം കുമ്പിട്ടു. സുലൈമാൻ ചെന്നിരുന്നു. ഷെഹസാദ് മുസ്തഫയും കൂടെ ഉണ്ടായിരുന്നു. ലിയോയെ കണ്ട സുലൈമാൻ അയാളെ അടുത്തേക്ക് വിളിച്ചു. ലിയോ അടുത്തേക്ക് ചെന്ന് കുമ്പിട്ടു. പെയിൻറ്റിങ്ങിൻ്റെ കാര്യം കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഈ കല്യാണം കഴിഞ്ഞിട്ട് നോക്കാം. വേറെ കുറച്ച് ചിത്രങ്ങൾ കൂടി നീ എനിക്ക് വരച്ചു തരണം. ഉത്തരവ് പോലെ ഇൻകാരം. ഇവിടുത്തെ നിന്റെ വർക്ക് തീർന്നോ? ഏകദേശം തീർന്നു. വളരെ കുറച്ചു കൂടിയേ ബാക്കിയുള്ളൂ. ലിയോ സുലൈമാനെ ഒന്ന് നോക്കി. ഹുറത്തിന് വയറുവേദന വരുന്നു. ആ, അവൾ ഒച്ച വെച്ചു. എല്ലാവരും നോക്കി. എനിക്ക് വയറുവേദന തോന്നിയതാണ്, പേടിക്കണ്ട. എല്ലാവരും ഇഷ്ടക്കുറവോടെ മുഖം തിരിച്ചു. സാദിക പോകാൻ പോയപ്പോൾ നിഗാർ അവളെ പിടിച്ചു നിർത്തി. എവിടെ പോണു? നീയാണ് ഖദീജ സുൽത്താനയുടെ പ്രധാന തോഴി. ഇവിടെ തന്നെ നിൽക്കണം. എങ്ങും പോകാനാവില്ല. ഈ പാലസ് വിട്ടു പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഞാൻ സുൽത്താൻ സുലൈമാൻ്റെ പ്രിയപ്പെട്ടവളായി ഹുറം സുൽത്താനയെ പോലെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടതായിരുന്നു. അത്തരം വലിയ കാര്യങ്ങളൊന്നും ചിന്തിച്ച് തല പോകിക്കണ്ട. നീ നിന്റെ ഡ്യൂട്ടി നന്നായി ചെയ്താൽ മതി. എനിക്കിനി ഒരിക്കലും ഇൻകാരത്തെ കാണാനാവില്ലേ? ആര് പറഞ്ഞു? ഇബ്രാഹിം പാഷ സുൽത്താൻ സുലൈമാൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹം തീർച്ചയായും അവിടെ വരും. അദ്ദേഹം അവിടെ വരുമോ? വരും. പക്ഷെ നിന്റെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചോ. അതൊന്നും നടക്കാൻ പോണില്ല. ചെന്ന് നിന്റെ ജോലി ചെയ്യും. സാദിക അവിടുന്ന് പോയി. രാവിലെ ഹുറം ഞെട്ടി ഉണർന്നു. ഒച്ച കേട്ട സുലൈമാനും ഉണർന്നു. എന്തു പറ്റി? എൻ്റെ മോൻ എന്നെ ചവിട്ടി. അവൻ അവൻ്റെ അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ലോകം ഭരിക്കാനുള്ള സുൽത്താനാവുമ്പോൾ അങ്ങനെയാവും. സുലൈമാൻ വയറിൽ തടവിക്കൊണ്ട് പറഞ്ഞു. എണീക്ക്. ഇന്നാണ് മണവാട്ടിയെ എതിരേറ്റുകൊണ്ട് പോകുന്ന ഘോഷയാത്ര. എത്ര നാളായി ഈ ആഘോഷങ്ങൾ തുടങ്ങിയിട്ട്? ഇതെന്ന് തീരും? നിനക്ക് ബോറടിച്ചോ? ഇല്ല, പക്ഷേ ഈ തിരക്കിനിടയിൽ എനിക്ക് അങ്ങയെ ഒന്ന് കാണാൻ പോലും ആവുന്നില്ല. കുറച്ചു നേരം കൂടി എൻ്റെ അടുത്തിരിക്കുക. സുലൈമാൻ ചിരിച്ചുകൊണ്ട് എണീറ്റു. സുലൈമാൻ പോവുകയാണോ? ആളൊന്നും മിണ്ടിയില്ല. എണീറ്റ് പോയി ഖദീജയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മാലയെടുത്ത് കാണിച്ചിട്ട് പറയുന്നു. ഇത് നല്ല ഭംഗിയില്ലേ? ഖദീജയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമോ ആവോ? ഖദീജ സുൽത്താനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് തന്നേക്ക്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നീ തന്നെയാണ് എൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണം, സുലൈമാൻ പറഞ്ഞു. അവർ ചിരിക്കുന്നു. ഒരുങ്ങി നിൽക്കുന്ന ഖദീജ സുൽത്താനയോട് വാലിദ സുൽത്താന പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഖദീജ, നിന്റെ വിവാഹം വളരെ ഭംഗിയായി ആഘോഷിച്ചു. ഇപ്പോൾ നീ ഇബ്രാഹിം പാഷയുടെ ഭാര്യയാണ്. അള്ളാഹു നിങ്ങൾക്ക് സന്തോഷകരമായ നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം തരട്ടെ. അവർ അവൾക്ക് തലയിൽ നെറ്റിട്ട് കൊടുത്തു. വാലിദ, ഇന്ന് ഞാൻ ഇവിടുന്ന് പോവുകയല്ലേ. എനിക്ക് നല്ലൊരു ഹഗ് താ. അവർ അവളെ ഹഗ് ചെയ്തു. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു. എല്ലാവരും തലകുനിച്ചു നിന്നു. സുലൈമാൻ കയറി വരുന്നു. അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് അടുത്തേക്ക് ചെല്ലുന്നു. എൻ്റെ സുന്ദരി ഖദീജ,
ഇപ്പോൾ നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കുകയാണ്. അയാൾ നെക്ലേസ് എടുത്ത് അവൾക്ക് ഇട്ടുകൊടുത്തു. നിന്റെ സന്തോഷം കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇങ്കാരം, എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ ഈ നെക്ലേസ് മാറ്റുകയില്ല. സുലൈമാൻ അവളെ കിസ് ചെയ്തു. വാലിദ സുൽത്താനയ്ക്കും സന്തോഷമായി. സെംബേലി അലി ഹോജ വന്ന് ഇബ്രാഹിമിനോട് പറയുന്നു, ഇബ്രാഹിം പാഷ, അയാസ് പാഷയുടെയും മുസ്തഫ പാഷയുടെയും സാക്ഷ്യത്തിൽ ഞാൻ നിങ്ങളുടെയും ഹദീജ സുൽത്താനയുടെയും വിവാഹം നടത്തിയിട്ടുണ്ട്. ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുത്തി. അവർ പോകുന്നു. ഇബ്രാഹിമിൻ്റെ ബാബ മുന്നോട്ട് വന്നു. ഇബ്രാഹിം, നിന്റെ നിലയ്ക്ക് പറ്റിയ സമ്മാനം തരാനുള്ള കഴിവ് എനിക്കില്ല. എങ്കിലും എന്നെങ്കിലും നിനക്ക് ഇതൊക്കെ ഉപേക്ഷിച്ച് ഫിഷിങ്ങിന് ഇറങ്ങേണ്ടി വന്നാൽ ഇത് നിനക്ക് ഉപകരിക്കും. അയാൾ വല നെയ്യുന്ന ഒരു ഉപകരണം അവന് സമ്മാനിക്കുന്നു. ബാബ, നിങ്ങൾ എന്നോടൊപ്പം ഉള്ളത് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ഇതാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്നുള്ളത് ഇതെന്നും എന്നെ ഓർമ്മപ്പെടുത്തും. ഞാനിതെപ്പോഴും എൻ്റെ കയ്യിൽ വയ്ക്കും. അവർ ഹഗ് ചെയ്തു. നിക്കോയും ഹഗ് ചെയ്തു. ഗംഭീരമായ ഘോഷയാത്രയോടെ കല്യാണ പരിപാടി പോകുന്നത് കാണുന്ന ആളുകൾ സംസാരിക്കുന്നു. 9 ദിവസമായി ഈ വിവാഹം തുടങ്ങിയിട്ട്. എത്ര ദിവസമുണ്ടാവും ഇത്? ഇബ്രാഹിം പാഷ തീരുമാനിക്കുന്നത് വരെ ഗോൾഡ് കോയിൻസ് വിതരണം ചെയ്തിരുന്നു. പിന്നെ എല്ലാ നാട്ടുകാർക്കും വിഭവസമൃദ്ധമായ സദ്യ കൊടുത്തു. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പോയാൽ ഖജനാവ് കാലിയാവും. ഇങ്കാര അടുത്ത യുദ്ധത്തിന് പോയിട്ട് ഖജനാവ് നിറച്ചോളും. ഇവരുടെ സംസാരം കേൾക്കുന്ന ഷെക്കേറാഗ പറയുന്നു, ഇങ്ങനെ കുറ്റം പറയാതെ കിട്ടിയത് കഴിച്ചിട്ട് പോ. ഇങ്കാരമല്ലേ റോഡസും ബെൽഗ്രേഡും പിടിച്ചടക്കിയത്. തൻ്റെ വയറ് നോക്ക്, താൻ തന്നെ മതിയല്ലോ എല്ലാം തിന്നും പിടിക്കാൻ, ഒരാൾ പറഞ്ഞു. ഷെക്കേറാഗ ദേഷ്യത്തിൽ അയാളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഗാർഡ്സ് വന്ന് ഷെക്കേറാഗയെ പിടിച്ചു. അവർ പരസ്പരം ചീത്ത വിളിച്ചു. ലിയോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഘോഷയാത്ര നോക്കി നടന്നു. എൻ്റെ മുട്ടിടിക്കുകയാണ് ഗുൽഫാം, നീ എൻ്റെ അടുത്ത് നിന്ന് മാറല്ലേ. എത്താറായി സുൽത്താന, പേടിക്കണ്ട. എന്ത് നല്ല ദിവസമാ, എല്ലാവരും സന്തോഷിക്കുകയാണ്. ഹുറം മാഹിദേവരാനോട് പറഞ്ഞു. നീ എന്നോട് വലിയ കൂട്ടിനൊന്നും വരണ്ട. എനിക്ക് നിന്റെ സ്വഭാവം നന്നായി അറിയാം ഹുറം ഹാത്തൂൻ. സുൽത്താന, നിങ്ങൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നതാവും നിങ്ങൾക്ക് നല്ലത്, ഹുറം പറഞ്ഞിട്ട് നടന്നു. അവർ പുറപ്പെടാൻ തയ്യാറായി കുതിരവണ്ടിയിൽ കയറി. മെയ്ദാനി പാലസിൽ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. 2 പട്ടാളക്കാർ തമ്മിൽ സംസാരിക്കുന്നു. ഇങ്കാരം അദ്ദേഹത്തിൻ്റെ പണം മുഴുവൻ പ്രിയപ്പെട്ട ഇബ്രാഹിം പാഷയ്ക്ക് വേണ്ടി ചെലവാക്കുകയാണ്. 9 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ലിയോ മെയ്ദാനി പാലസിലേക്ക് ഹുറം വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു. ഹുറത്തിന് വയറുവേദന എടുക്കുന്നു. ആ ഹുറം, എന്തു പറ്റി? പേടിക്കണ്ട, എൻ്റെ വയറുവേദനിച്ചതാ. പ്രസവം ഇപ്പോൾ നടക്കില്ല. എൻ്റെ മോൻ വരാൻ ഇനിയും ദിവസമെടുക്കും. അങ്ങനെ പറയല്ലേ ഹുറം, കഴിഞ്ഞ തവണയും നീ ഇത് തന്നെ പറഞ്ഞു. എന്നിട്ട് ഗേളായിരുന്നു. പിന്നെ വിഷമിക്കേണ്ടി വരും. ഇതൊരു ഷെഹസാദ് തന്നെയാണ്, എനിക്ക് സംശയമൊന്നുമില്ല. മാഹിദേവരാൻ ഒരു ഷെഹസാദ് ഉണ്ടെങ്കിൽ എനിക്ക് 2 ഷെഹസാദ് ഉണ്ടാവും. ഗുൽനിഹാൽ ഒന്നും മിണ്ടിയില്ല. ഗുൽനിഹാൽ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗുൽനിഹാൽ തലയാട്ടി. വെനിറ്റിയൻ അംബാസഡർ ഇബ്രാഹിമിനെ വിഷ് ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഇബ്രാഹിം പാഷ. താങ്കൾക്ക് ഞാൻ തരാൻ വിചാരിച്ച വെഡ്ഡിംഗ് ഗിഫ്റ്റ് ഇതുവരെ എത്തിയില്ല. കപ്പൽ കുറച്ച് വൈകി. വെനിറ്റിയൻ കിങ്ങും അങ്ങേക്ക് വിവാഹാശംസകൾ നേർന്നിട്ടുണ്ട്. താങ്ക് യു തോമസ് മാർസിനോഗോ. ഞാൻ അങ്ങേക്ക് തരാൻ ഉദ്ദേശിച്ചത് ഒരു ഡിന്നർ സെറ്റാണ്. 2 ദിവസത്തിനകം അതിവിടെ എത്തും. അങ്ങയോടൊപ്പം ഒരു ഡിന്നർ കഴിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇബ്രാഹിം തലയാട്ടി. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു. അവർ പുറകോട്ട് മാറി തല കുനിച്ചു നിന്നു. സുലൈമാൻ അങ്ങോട്ട് വന്നു. വെനിറ്റിയൻസിന് ഇനി എന്താണ് വേണ്ടത്? അവർ ഈ അവസരം മുതലാക്കി വേണ്ട കച്ചവട കരാറുകളൊക്കെ ഒപ്പിടിക്കാൻ ശ്രമിക്കും. അയാൾ വിവാഹാശംസകൾ നേരുകയായിരുന്നു. വെനീസ് ഭരണാധികാരിയും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നല്ലത്, സുലൈമാൻ തലയാട്ടി. എന്നിട്ട് കയ്യിൽ കിടന്ന ഒരു മോതിരം ഊരി ഇബ്രാഹിമിന് സമ്മാനിച്ചു. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വിലപിടിപ്പുള്ള സമ്മാനത്തിന് നന്ദി ഇങ്കാരം. സുലൈമാൻ തലയാട്ടിയിട്ട് അവിടെ പോയിരുന്നു. ലിയോ ഹുറത്തിനെ കാത്ത് മെയ്ദാൻ പാലസിലുണ്ടായിരുന്നു. അലക്സ്, നീ എവിടെയാണ്? വേഗം വാ, ഹുറം ഗുൽനിഹാലിനോട് പറയുന്നു. ഹദീജ സുൽത്താന ഭയങ്കര ഭാഗ്യവതിയാണ്. ഇതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. പക്ഷേ എൻ്റെ മകൾ മെഹ്റിമയ്ക്ക് അതുണ്ടാവും. അപ്പോൾ ഇബ്രാഹിമും മാഹിദേവരാനും ആ പാലസിൽ ഉണ്ടായിരിക്കുകയില്ല. ഗുൽനിഹാൽ ഒന്നും മിണ്ടിയില്ല. ഹുറത്തിന് വീണ്ടും വയറുവേദന എടുക്കുന്നു. ഷെഹസാദ് വരുന്നു, വണ്ടി നിർത്ത്, ഗുൽനിഹാൽ വിളിച്ചു പറഞ്ഞു. സുൽത്താന പ്രസവിക്കുകയാണ്. സുലൈമാൻ മെയ്ദാൻ പാലസിൽ ഒരുക്കിയിരുന്ന വിനോദ പരിപാടികൾ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. വെനിറ്റിയൻ അംബാസഡർ തോമസ് മാർസിനോഗോ അങ്ങോട്ട് വരുന്നു. സുലൈമാനെ കുമ്പിട്ടു. ഇങ്കാരം, ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സുലൈമാൻ മറ്റു വിനോദ പരിപാടികൾ നോക്കിയിരുന്നു. റിപ്പബ്ലിക് ഓഫ് വെനീസിൻ്റെ ഭരണാധികാരി അങ്ങേക്ക് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങേക്കായി പ്രത്യേകം ഉണ്ടാക്കിച്ച ഒരു ക്ലോക്ക് തന്നുവിട്ടിട്ടുണ്ട്. സുലൈമാൻ അത് നോക്കി. മുസ്തഫ ചെന്നത് തൊട്ട് നോക്കി. അദ്ദേഹത്തോട് നന്ദി പറഞ്ഞേക്ക്. അയാൾ കുമ്പിട്ടു. പക്ഷേ എനിക്ക് ഈ ക്ലോക്കിൽ സമയം പോകുന്നത് നോക്കിയിരിക്കാൻ സമയമില്ല. എനിക്ക് സമയത്തിന് മുന്നിലെത്താനാണ് ഇഷ്ടം. സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കി ചിരിച്ചു. പാലസിൽ നിന്നും പുറപ്പെട്ടവരുടെ കുതിരവണ്ടി അങ്ങോട്ടെത്തുന്നു. ലിയോ അക്ഷമനായി നോക്കി നിന്നു. ഹുറം പാലസിലേക്ക് തിരിച്ചു പോയിരുന്നു. അവൾക്ക് പ്രസവവേദന കൂടി വന്നു. സ്ത്രീകൾക്കായി ഒരുക്കിയിരുന്ന സ്ഥലത്ത് വാലിദ സുൽത്താനയും ഹദീജ സുൽത്താനയും വന്നിരുന്നു.
ബേഹൻ സുൽത്താനയും ഗുൽഫാമും മാഹി ദവറാനും വന്നിരുന്നു. ഹുറം എവിടെ ദായെ? വാലിദ സുൽത്താന ചോദിച്ചു. അത് കേട്ട നിഗാറും ചുറ്റും നോക്കി. ഹുറം ഹാത്തുൻ നമ്മുടെ പുറകിലുണ്ടായിരുന്നു സുൽത്താന, ദായ ഹാത്തുൻ പറഞ്ഞു. എന്നിട്ട് നിഗാറിനെ നോക്കി. എനിക്കറിയില്ല, ഞാനും കണ്ടില്ല. അവർ ആ ആൾക്കൂട്ടത്തിൽ പെട്ടുപോയിരിക്കും. അവരെ നോക്കിയിട്ട് വാ, വാലിദ സുൽത്താന പറഞ്ഞു. നിഗാർ പോകാൻ തുടങ്ങുമ്പോൾ ഒരു പെണ്ണ് വന്ന് പറയുന്നു, ഹുറം സുൽത്താന പാലസിലേക്ക് തിരികെ പോയി. അതെന്താ, ആര് പറഞ്ഞു? വാലിദ സുൽത്താന ചോദിച്ചു. മാഹി ദേവരാൻ ഗുൽഷയെ നോക്കി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സുൽത്താന, ഗുൽഷ പറഞ്ഞു. നിഗാർ കാഫ, വേഗം പോയി എന്താ സംഭവിച്ചതെന്ന് അന്വേഷിച്ചിട്ട് വാ. നിഗാർ തല കുമ്പിട്ടിട്ട് പോയി. ഇബ്രാഹിം സുലൈൻമാനോട് പറയുന്നു, ഇൻകാരം, അങ്ങ് ഈ വിവാഹം ഇത്രയും ഗ്രാൻഡ് ആക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇബ്രാഹിം, നീ ഈ കല്യാണത്തിനായി ഒരുപാട് കാത്തിരുന്നില്ലേ? പിന്നെ വധു എൻ്റെ പ്രിയപ്പെട്ട അനീത്തി ഹദീജ, വരൻ എൻ്റെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരൻ, പലവട്ടം സ്വന്തം ജീവൻ പോലും ത്യജിച്ച് എന്നെ രക്ഷിച്ച കൂട്ടുകാരൻ. എനിക്ക് അവർക്ക് വേണ്ടി ഇതിലും കൂടുതൽ ചെയ്യണമെന്നുണ്ട്. ഇബ്രാഹിം തല കുമ്പിട്ടു. ഷേസാദ് മുസ്തഫ വന്ന് പറയുന്നു, ബാബാ, മുഹമ്മദ് ഇതുവരെ എത്തിയില്ല. വന്നില്ലേ? സുംബുൽ, സുലൈൻമാൻ വിളിച്ചു. സുംബുൽ വന്ന് കുമ്പിട്ടു. എന്താ ഹുറം ഹാത്തുൻ ഇതുവരെ വരാത്തത്? ഞാൻ ഇപ്പോൾ തന്നെ അന്വേഷിച്ചിട്ട് വരാം ഇൻകാരം, അതോർത്ത് പേടിക്കണ്ട. ദായ ഹാത്തുൻ വാലിദ സുൽത്താനയോട് വന്ന് പറയുന്നു, സുൽത്താന, ഹുറത്തിന് പ്രസവവേദന തുടങ്ങിയത് കൊണ്ട് തിരികെ കൊട്ടാരത്തിലേക്ക് പോയതാണ്. അത് ശരി, ആരെയെങ്കിലും അങ്ങോട്ട് അയക്കുക, അവരെ ഒറ്റയ്ക്കാക്കരുത്. നിഗാർ കാഫ് പോയിട്ടുണ്ട് സുൽത്താന. അള്ളാ, രക്ഷിക്കണേ, അവൾ പ്രസവിക്കുന്നത് ഒരു പെൺകുട്ടിയാവണേ, മാഹി ദേവരാൻ പ്രാർത്ഥിച്ചു. അള്ളാ, എൻ്റെ സുൽത്താനെ രക്ഷിക്കണേ, ഗുൽഷയും പ്രാർത്ഥിച്ചു. ഹുറം പ്രസവിക്കുന്നു. നിഗാർ അങ്ങോട്ട് വന്നു. ഞാൻ പ്രസവവേദന എടുത്ത് കരഞ്ഞിട്ട് ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല, ഹുറം നിഗാറിനോട് പറഞ്ഞു. നിഗാർ അത് മൈൻഡ് ചെയ്തില്ല. എൻ്റെ സുൽത്താന, നന്നായി പുഷ് ചെയ്യേ, കുഞ്ഞിപ്പോൾ വരും, ഫിസിഷ്യൻ പറഞ്ഞു. ഹുറം പ്രസവിച്ചു. അത് ഷേസാദാണോ? ആരും ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു. ഗുൽനിഹാൽ, നിഗാർ. അതെ, ഇത് ഷേസാദാണ്, നിഗാർ പറഞ്ഞു. ഹുറത്തിന് ആശ്വാസമായി. അള്ളാ, ഒരുപാട് നന്ദി. എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു. മാത്രാച്ചി സാദികയെ ദൂരെ നിന്ന് നോക്കിയിട്ട് പറയുന്നു, ചന്ദ്രക്കല പോലെ സുന്ദരിയായവളെ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ തന്നെ തരും. ലിയോ അങ്ങോട്ട് വന്നു. മാത്രാച്ചി ഞെട്ടിപ്പോയി. താനായിരുന്നോ? ലിയോ സ്ത്രീകൾ നിൽക്കുന്നിടത്തേക്ക് നോക്കി. അങ്ങോട്ട് മാറി നിൽക്ക്, ആരും കാണണ്ട. മാത്രാച്ചി അവനെ നീക്കി നിർത്തി. ദായാഹാത്തുൻ വന്ന് പറയുന്നു, സുൽത്താന, ഒരു ഷേസാദ് കൂടി പിറന്നിരിക്കുന്നു. അള്ളാ, അങ്ങ് 2 സന്തോഷങ്ങൾ ഒരു ദിവസം തന്നു, നന്ദി, വാലിദ സുൽത്താന പറഞ്ഞു. മാഹി ദേവരാൻ കണ്ണടച്ചു. വാലിദ സുൽത്താനയെ ഹദീജ സുൽത്താനയെ മാഹി ദേവരാനെ ശ്രദ്ധിച്ചു. എന്നിട്ട് അവർ ഇരുന്നു. നിഗാർ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹുറത്തിന് കൊടുത്തു. അവൾക്ക് സന്തോഷമായി. സുൽത്താന, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഷേസാദിനെ കിട്ടി, നിഗാർ പറഞ്ഞു. ഞാൻ പറയുന്നത് നടക്കുമെന്ന് മനസ്സിലായില്ലേ? നിഗാറും ഗുൽനിഹാലും പരസ്പരം നോക്കി. സുലൈൻമാൻ ഇബ്രാഹിമിനോട് പറയുന്നു, പാർഗളി, എനിക്കൊരു മകൻ കൂടി പിറന്നിരിക്കുന്നു. ഇബ്രാഹിം തല കുമ്പിട്ടു. പടക്കം പൊട്ടിച്ച് ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കണം, സുലൈൻമാൻ സുംബുലിനോട് പറഞ്ഞു. ഇൻകാരം, അള്ളാഹു അങ്ങേക്കും അങ്ങയുടെ മകനും ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഇബ്രാഹിം. അവരുടെ സംസാരം കേട്ട ലിയോയ്ക്ക് വിഷമമായി.